ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സ് ആണ്. മാത്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്. അപ്പോൾ ഓരോ പേജിലെയും പാഠപുസ്തക പ്രവർത്തനങ്ങൾ, ടെക്സ്റ്റൽ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വീഡിയോ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്നത് പേജ് 32 പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പേജ് 32 ചോദ്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാം ആണ്. ഇത്തരം 15 കട്ടയുടെ ഭാരം എത്ര കിലോഗ്രാം ആണ്? 16 കട്ടകളുടെ ഭാരമോ? An iron block weighs 1/4 kilogram. What is the weight of 15 such blocks? What about 16 blocks? വളരെ എളുപ്പമുള്ളൊരു ആക്ടിവിറ്റീസാണ്. ഓക്കെ, അപ്പോൾ ഒരു കട്ടയുടെ വെയിറ്റ് എത്രയാണ്? 1/4 കിലോഗ്രാം ആണ്. 1/4 കിലോഗ്രാം ആണ്. അങ്ങനത്തെ 15 കട്ടകളുടെ ഭാരം എത്രയാണ്? നമുക്ക് സിമ്പിളാണ്. 15 × 1/4 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ അതിൻ്റെ സെക്കൻഡ് പാർട്ട്, വാട്ട് അബൌട്ട് 16 ബ്ലോക്സ്? 16 ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ 16 × 1/4. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. വെയ്റ്റ് ഓഫ് 1 അയൺ ബ്ലോക്ക്, ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം എത്രയാണ്? 1/4 kg, 1/4 കിലോഗ്രാം. നമ്പർ ഓഫ് ബ്ലോക്സ്, കട്ടകളുടെ എണ്ണം എത്രയാണ്? 15 ബ്ലോക്സ് ആണ്. 15 ബ്ലോക്സ് ആണ് ഉള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? വെയ്റ്റ് ഓഫ് 15 ബ്ലോക്സ്, 15 കട്ടകളുടെ ഭാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 15 × 1/4. ഓക്കെ, 15 × 1/4. അപ്പോൾ നമുക്കറിയാം 15 × 1 എന്ന് പറയുന്നത് 15/4. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഹരിക്കണം. 15 ÷ 4, 15 ÷ 4. അപ്പോൾ 4 എത്ര പ്രാവശ്യം പോകും? നമുക്കറിയാം 3. അപ്പം 3 4 12, 3 × 4 12. അപ്പം 5 - 2 3. ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? നമ്മുടെ ആൻസർ ഇതാണ്. അപ്പോൾ 3 നമ്മളിവിടെ എഴുതി, 4 ഇവിടെ എഴുതി, പിന്നെ റിമൈൻഡർ 3 ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 3/4, 3/4 കിലോഗ്രാം ആണ് ആൻസർ. ഓക്കെ, അതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. നമ്പർ ഓഫ് അയൺ ബോക്സ് 16, കട്ടകളുടെ എണ്ണം 16. വെയിറ്റ് ഓഫ് 16 ബ്ലോക്സ്, 16 കട്ടകളുടെ ഭാരം. 16 കട്ടകളുടെ ഭാരം കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 16 ഗുണിക്കണം 1/4, 16 × 1/4. അപ്പോൾ 16 × 1, അപ്പോൾ 16/4. അതായത് 16 ഹരിക്കണം 4. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4. 16 ÷ 4 = 4. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈച്ച് ഓഫ് സം അയൺ റോഡ്സ് ഓഫ് ലെങ്ത് 2 meter ഈസ് കട്ട് into 5 equal pieces. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 such pieces? വാട്ട് അബൌട്ട് 10 such pieces? 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും 5 സമഭാഗങ്ങളാക്കി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്ററാണ്? 5 സമഭാഗങ്ങളാക്കി മുറിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മീറ്ററുള്ള കുറേ കമ്പികൾ ഓരോന്നും 5 സമഭാഗങ്ങളാക്കി. ഓക്കെ, ഇത്തരം 4 കഷ്ണങ്ങളുടെ നീളം എത്രയാണ്? 10 കഷ്ണങ്ങളുടെ നീളം എത്രയാണ്? ആദ്യം നമ്മൾ ഒരു കഷ്ണത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം, പിന്നെ അതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് കിട്ടും, പിന്നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതിൻ്റെ ആൻസറും കിട്ടും. വളരെ സിമ്പിളാണ്. കമ്പിയുടെ നീളം എത്രയാണ്? 2 മീറ്റർ. ലെങ്ത് ഓഫ് അയൺ റോഡ് 2 meters. സമഭാഗങ്ങളുടെ എണ്ണം 5. നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് 5. ഓരോ കഷ്ണത്തിന്റെ നീളം, ലെങ്ത് ഓഫ് ഈച്ച് ഈക്വൽ പാർട്ട്. അപ്പോൾ നമുക്ക് 2 മീറ്റർ ആണുള്ളത്, 5 ഭാഗങ്ങളാക്കണം. അപ്പോൾ 2 × 1/5, അതായത് 2 ഗുണിക്കണം 1, 2, 2/5, 2/5 അല്ലേ? 2/5 മീറ്റർ. ഓക്കെ, ഇനി അതിന് രണ്ടാമത്തെ ഭാഗം എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces, 4 കഷ്ണങ്ങളുടെ ആകെ നീളം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2/5 × 4. അപ്പോൾ 2/5 × 4, 2 × 4 8, 8/5 അല്ലേ? 8/5 ആണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കാം. 8/5. അപ്പോൾ 1 ടൈമാണ്. 1 × 5, 5. 8 - 5, 8 - 8 കുറയ്ക്കണം 5, 3. അപ്പം നമ്മുടെ ആൻസർ എവിടെ എഴുതും? ഇതാണ് ഇവിടെ, ഇതിവിടെ എഴുതി, പിന്നെ റിമൈൻഡർ 3 നമ്മളിവിടെ എഴുതി, പിന്നെ 5 ഇവിടെ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/3/5. ഓക്കെ, 1/3/5 മീറ്റർ.
ഓക്കെ, ഇനി അതിനോട് തന്നെ മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് 10 പീസസ്, 10 കഷ്ണങ്ങളുടെ ആകെ നീളം. അപ്പൊ നമ്മൾ 2/5 ഇൻറ്റു 10, 2/5 ഇൻറ്റു 10. 2/5 എന്ന് പറയുമ്പോൾ 20, 20/5, 20 ഹരിക്കണം 5, 20 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? നമുക്കറിയാലോ 20 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 4, 4 മീറ്റർ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടല്ലോ. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 2/5 മീറ്റർ. പിന്നെ 4 കഷ്ണങ്ങളുടെ നീളം കാണാൻ പറഞ്ഞപ്പോൾ നമ്മൾ 2/5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തു. 10 കഷ്ണങ്ങളുടെ നീളം കാണാൻ പറഞ്ഞപ്പോൾ 2/5നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഈ പ്രവർത്തനത്തിലെ ലാസ്റ്റ് ചോദ്യമാണ്. 3 ചോദ്യങ്ങളേ ഉള്ളൂ പേജ് 32-ലുള്ളത്. 5 ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങൾ, ഓരോ പാത്രത്തിലെയും പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. അപ്പോൾ 5 ലിറ്റർ പാലാണ്, 6 കുപ്പിയാണ്. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? ഇത്തരം 3 കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട്? 2 കുപ്പികളിൽ എത്ര? There are some cans each containing 5 liters of milk. The milk is each vessel is used to fill 6 identical bottles. How much milk is there in each bottle? How much milk is 3 such bottles in 12 bottles? അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഓരോ കുപ്പിയിലും ഉള്ള പാലിന്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ, 5 ഇൻറ്റു 1/6, 5 ഇൻറ്റു 1/6. അപ്പൊ എത്ര ആൻസർ വരിക? 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5/6 അല്ലെ? 5/6 ലിറ്റർ. 5/6 ലിറ്റർ ആണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അതിന് രണ്ടാമത്തെ ഒരു പാർട്ടിട്ട് 3 കുപ്പികളിൽ ഉള്ള പാലിന്റെ അളവ്. അപ്പം 3 ഗുണിക്കണം 5/6. 3 ഗുണിക്കണം 5/6 എന്ന് പറഞ്ഞാല് 15/6. അപ്പൊ അത് നമ്മൾ ചെയ്തു നോക്കിയാൽ 15 ഡിവൈഡഡ് ബൈ 6. അപ്പൊ 50-ൽ 6 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. അപ്പൊ നമുക്ക് 12 ഇടാം. ഇനി 15 മൈനസ് 12 എത്രയാണ്? 3. നമ്മുടെ ആൻസർ എങ്ങനെ എഴുതും? നമ്മൾ 2 ഇവിടെ എഴുതും, റിമൈൻഡർ 3 ഇവിടെ എഴുതും, 6 ഇവിടെ എഴുതും അല്ലെ? 2 3/6 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 3/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3ലും പോവും, അതേപോലെ 6ലും പോവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 1/2 എന്നിങ്ങനെ എഴുതാം. അപ്പം 2 1/2 ലിറ്റർ. ഇനി അതിന് ഒരു പാർട്ടും കൂടി ഉണ്ട്. 12 കുപ്പികളുള്ള പാലിന്റെ അളവ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 12 ബോട്ടിൽസ്. ഇപ്പൊ 12 കുപ്പികളിലുള്ള നമ്മൾ എന്ത് ചെയ്യണം? 12 ഗുണിക്കണം 5 ഇൻറ്റു 6 അല്ലെ? 12 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. 60 ഡിവൈഡഡ് ബൈ 6. ഈസി അല്ലേ? 60 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലിറ്റർ. ഓക്കെ, 10 ലിറ്റർ, 10 ലിറ്റർ ആണ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യം പറഞ്ഞു 5 ലിറ്റർ പാലാണ്, 6 കുപ്പികളാണുള്ളത്. അപ്പൊ എത്രയാണ്? 5/6. ഓക്കെ, 5/6. ഇനി 3 കുപ്പികളുള്ള പാലിന്റെ അളവ് കാണാൻ നമ്മൾ 5/6നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. 12 കുപ്പികളുള്ള പാലിന്റെ അളവ് കാണാൻ നമ്മൾ 12നെ 5/6 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ വളരെ എളുപ്പമുള്ളതാണ് ഈ പേജ് 32-ലെ പ്രവർത്തനങ്ങൾ. ഇതിനു മുമ്പുള്ള 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.